ഇയാളാണ് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഡ്രസ്സ് വലിച്ച് കീറി എന്നെ അടിച്ച്. അപ്പോൾ ഇവൻ്റെ കണ്ണ് ഭയങ്കര ഇച്ചിരി ലൈക്ക് എൻ്റെയൊക്കെ പോലെ കുഴിഞ്ഞ കണ്ണല്ലേ, കുറച്ച് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന കണ്ണ്. ഈ കണ്ണ് മൊത്തം റെഡ് കളറായിട്ടായിരുന്നു അവനന്ന് എന്നെ വന്ന് എൻ്റെ കഴുത്തിൽ പിടിച്ചിട്ട് എന്നിട്ട് അടിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, അവരെ പോലെ പഠിക്കാൻ വേണ്ടിയിട്ടൊരു കോളേജിൽ പോകുന്നു, സെയിം ക്ലാസ്സിലെ കുട്ടികൾ എന്നെ ഉപദ്രവിക്കുന്നു. കണ്ണൊക്കെ ചോന്നവൻ എന്തോ ലഹരി, അന്നേ അവന് സ്മോക്ക് ചെയ്യുന്നതാണെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതാണെങ്കിലും നന്നായിട്ട് അറിയാം. അത് കഴിഞ്ഞതും അമ്മ രഞ്ജുമ്മ ഉണ്ടായിരുന്നു, ദയ ഉണ്ടായിരുന്നു, ശ്രുതി ഉണ്ടായിരുന്നു, കുറേ എല്ലാവരും ഷഡൂട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു. പ്രൗഡ് തോന്നുന്നു, കാരണം നമുക്ക് നമ്മളുടെ ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ ആദ്യമായിട്ട് പോകുന്ന നാടകം, നമ്മുടെ കയ്യിൽ ഫണ്ട് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ഇവർക്കൊക്കെ കുറേ ഫണ്ടുള്ള കോളേജിലെ കുട്ടികളാണ്. അവിടെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും, അനൗൺസ് ചെയ്യുന്നുണ്ടാവും, ജഡ്ജസ് പറയുന്ന സമയത്ത് ഇങ്ങനെ ഇന്ന നാടകത്തിലേക്ക് ക്യാരക്ടർ ചെയ്ത കുട്ടി നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് ജസ്റ്റ് ഒരു പരാമർശം എന്നാണ്. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനത്തെ ചിന്തകളില്ല എന്ന് ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ തള്ളവൈബ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കുന്നുണ്ട്. ഓക്കെ, 98, 97, 94, 95 അതിലൊക്കെ ജനിച്ചിട്ടുള്ള കുട്ടികൾ, 99 വരെ ജനിച്ചിട്ടുള്ള കുട്ടികൾ. ഓക്കെ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് 2001 ജനിച്ചിട്ടുള്ളതാണ്, അവളും അവളുടെ ഹസ്ബൻഡും. അവർ വരെ ഞങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് ഇനിയും തലമുറകൾ വേണം, നമുക്ക് മനുഷ്യവാസം വേണം, നമ്മൾ എല്ലാത്തിലുപരി ഹ്യൂമാനിറ്റി എക്സിസ്റ്റ് ചെയ്യണം. ഹായ്, എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസമായിട്ട് എൻ്റെ ഗാലറിയിൽ നമ്മുടെ നാടകോത്സവത്തിൻ്റെ കുറേ പ്രാക്ടീസിൻ്റെ വീഡിയോസായിട്ടും അതുപോലെ തന്നെ കുറേ ബിറ്റ്സ് കിടക്കുന്ന കണ്ടു. അപ്പം ആ വീഡിയോസൊക്കെ വെച്ചിട്ടൊരു ത്രൂ ഔട്ട് ഒരു നാടകോത്സവം എങ്ങനെയായിരുന്നു എന്നുള്ളൊരു വീഡിയോ ചെയ്യാം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇൻട്രോ പറയാനിരിക്കുന്നത് ഇവിടെ. സോ കുറേ സംഭവ വികാസങ്ങൾ അല്ലേ, കുറേ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നടന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം എന്ന് വെച്ചു. യെസ്, അപ്പം ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടത് ഭയങ്കര കരഞ്ഞ് നിലവിളിച്ച് ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ടായിരുന്നു. ആ ഒരു വീഡിയോ ഇടേണ്ടി വന്നത് വല്ലാത്തൊരു അവസ്ഥയാണ്, ഗതികേടാണ്, റെസിസ്റ്റൻസിൻ്റെ ഭാഗം കൂടി ആയിട്ടായിരുന്നു. അത്രയും അവശയായി, അത്രയും തരിപ്പണമായി നിന്നൊരു പോയിന്റിലാണ് അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേര് എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്, ഒരുപാട് പേര് ഞാൻ കരഞ്ഞ് അങ്ങനെ തരിപ്പണമായപ്പോൾ ക്വിറ്റ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് എന്നെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്ഥലത്ത് നിന്ന് കോൾ, ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഇടങ്ങളിൽ നിന്നൊക്കെ എനിക്ക് കോൾ വന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ എന്തായാലും ഇനി അത് നാടകോത്സവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, നാടകത്തിന് നല്ല പൊസിഷൻ വന്നു, A ഗ്രേഡ് കിട്ടി, മികച്ച നടിക്കുള്ള പരാമർശം ലഭിച്ചു. ഇതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സ്വീറ്റ് റിവെഞ്ച് എന്ന് പറയാം. നമ്മൾ അകറ്റാൻ ശ്രമിക്കുന്ന, നിരന്തരം നമ്മളെ കീഴാളറാക്കാൻ ശ്രമിക്കുന്ന മനുഷ്യന്മാരുടെ മുന്നിൽ ഒരു ചെറുത്തുനിൽപ്പ് അല്ലെങ്കിൽ ഒരു പോരാട്ട സമരം എന്നൊക്കെ തന്നെ പറയാം. അങ്ങനെ നാടകം നടക്കുന്നു. നാടകത്തിന് ബെസ്റ്റ് ആക്ട്രസ് സ്പെഷ്യൽ ജൂറി മെൻഷൻ കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് നെറ്റും JRF ക്ലിയർ ആവുന്നു. അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ഏത് കോളേജിൽ ഞാൻ പഠിച്ച സബ്ജക്റ്റിൽ ക്വാളിഫിക്കേഷനുള്ള സബ്ജക്റ്റിൽ പഠിപ്പിക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ നേടുന്നു. JRF ലഭിക്കുന്നു, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. അങ്ങനെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നു. സോ ആ നാടകത്തിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് ഇടയ്ക്കൊന്ന് കാണാം. നാടകത്തിന് സെലക്ഷൻ കിട്ടിയപ്പെടുത്ത വീഡിയോ ആയിരുന്നു ഇത്. അതിനുശേഷം മലീന എന്ന് പറഞ്ഞിട്ട് എൻ്റെ റൂംമേറ്റ് ആയിട്ടുള്ള കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്, നാനോ സയൻസ് ആണ്, ഫിസിക്സ്. അപ്പോൾ അവൾ അതിൽ നിന്ന് പിന്മാറിയതിന് ശേഷമാണ് മരിയ ടിമ്മിച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ കുട്ടി വന്നത്. അപ്പോൾ നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോ ദിവസങ്ങളും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം ഭയങ്കരമായിട്ട് കൂടുമായിരുന്നു ഡേ ബൈ ഡേ. അപ്പോൾ ആദ്യത്തെ സീന് ഞങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഒരു സീനായിരുന്നു. അതായത് ഒരു വജൈനയ്ക്ക് അകത്തു കൂടെ ഈ പറഞ്ഞ പോലെ എംബ്രിയോ ഫോം ചെയ്യുന്നതായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടംപററി ഡാൻസ് സ്റ്റൈലിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സംഗതിയായിരുന്നു. ആദ്യത്തെ 4-5 ദിവസം വരെ ഇതിൻ്റെ പ്രാക്ടീസ് തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ സീൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇൻസ്റ്റഡ് വേറൊരു സീൻ നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ ഇനീഷ്യൽ ഡേയ്സിലെ 1ാമത്തെ ദിവസത്തെ പ്രാക്ടീസാണ് ഈ കാണുന്നത് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം സാറ് വന്നിട്ട് ഡയലോഗ്സ് സെറ്റ് ചെയ്ത് തന്നു. ബാക്കി ഒന്നും ഇല്ലെങ്കിലും ഇത് വെച്ചിട്ടാണ് ബാക്കി മൊത്തം നാടകം കാണുന്നത്. നമ്മളൊരു കണ്ണാടി ഞാൻ കൊടുക്കുമോ എല്ലാവർക്കും ആദ്യമേ. ഇത് പറഞ്ഞേറ്റാൽ പിന്നെ ഈ രീതിയിലെ ബാക്കി കാര്യങ്ങൾ കാണും. ഇത് പറഞ്ഞേറ്റില്ലെങ്കിൽ
കൺഫ്യൂഷൻ വരും. കാരണം നമ്മൾ അത്ര പോപ്പുലർ വിഷയമല്ലല്ലോ പറയുന്നത്. പക്ഷെ ഇത് ആദ്യം പറഞ്ഞൊരു ഫ്രെയിമും കൊടുക്കുകയാണ്. ഫ്രെയിം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ രീതിയിലായിരിക്കും ബാക്കി വരുന്ന എല്ലാ സീനിനെയും നമുക്ക് എളുപ്പമാണ് ബാക്കി സീൻ വർക്കൗട്ട് ചെയ്യാൻ. ഇതില്ലാതെ ഞാൻ ആദ്യം വരച്ചത് കഥാപാത്രങ്ങൾ തുടങ്ങിയാലും താഴ്ന്നു. പക്ഷെ കഥ മാത്രം തുടങ്ങുന്ന കഥാപാത്രങ്ങൾ തമ്മിൽ ഇത്ര കഥ പറയാൻ പറ്റില്ല. കഥാപാത്രങ്ങൾ തമ്മിൽ വിചാരം പറയാൻ പറ്റില്ല, വികാരമേ പറയാൻ പറ്റും. പക്ഷെ വിചാരത്തിൻ്റെ പ്രാധാന്യത്തിനകത്തുണ്ട്. മനസ്സിലായി? അവസാനം എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം പറയുന്നത് എന്താ അറിയാമോ? നിങ്ങൾക്കാർക്ക് മനസ്സിലായത് ഞങ്ങൾ പറഞ്ഞുതരാം അതുകൊണ്ട് എന്ന രീതിയിലായിപ്പോൾ. അതുകൊണ്ടാണ് ഡ്രാമാറ്റിക്കലി നമ്മൾ ഈ സാധനം ഒന്ന് പറഞ്ഞ് ഫ്രെയിം വർക്ക് വെക്കുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് പറഞ്ഞങ്ങ് ഏർപ്പിച്ച് നിർത്തണം. ഓക്കെ, ഈ കുലവും കരിക്കുലവും അത് ഭയങ്കര ഡബിളാണ്. ഈ കുലോ കരിക്കുലോ എല്ലാം കൂടിയാ പലരെയും ഈ കുലവും കരിക്കുലോ എല്ലാം ചേർന്നാ പലരെയും കുഴിച്ചു മൂടിയത്. ഈ കുലവും കരിക്കുലവും ചേർന്നാ പലരെയും കുഴിച്ചു മൂടിയത്. മൂടാൻ ഒരുങ്ങുന്നത്. അവളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അവളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നാം എല്ലാവരും കൂടി അന്യയാക്കി അവളെ. അനന്യയെ. പിന്നെ മാഷ് വന്നിട്ട് സ്ക്രിപ്റ്റ് തരുന്നു, ഡയലോഗ്സ് പ്രാക്ടീസ് ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ആദ്യം വന്നു കഴിഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റ്സ് ആണിത് കേട്ടോ. അലീന അറിയില്ല. അലീന ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ആർട്സ് ക്ലബ് സെക്രട്ടറിയാണ്. ആർട്സ് ക്ലബ് സെക്രട്ടറിയാണ്. അപ്പം പുള്ളിക്കാരി മണ്ണാർക്കാട്ടുകാരിയാണ്. ഫാമിലിയിൽ അമ്മ ടീച്ചറാണ്. കഴിഞ്ഞ വർഷത്തെ കഥാപ്രസംഗം സ്റ്റേറ്റ് വിന്നർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റിയിലെ വിന്നർ ആയിട്ടുണ്ട്. നന്നായിട്ട് കഥാപ്രസംഗം പറയുന്ന കുട്ടിയാണ്. നല്ല ടാലൻ്റുള്ള കുട്ടിയാണ്. അതുപോലെ തന്നെ ഭയങ്കര എഫേർട്ട് എടുക്കുന്ന കുട്ടിയാണ് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ഈ കുട്ടി ഒരു ആർട്സ് ക്ലബ് സെക്രട്ടറി ആയതിനു ശേഷമാണ് നമ്മുടെ കോളേജിൽ നിന്ന് ക്യാമ്പസിൽ നിന്ന് ഒരു നാടകം പോകുന്നതും. മൾട്ടി ടാലൻ്റ് ആയിട്ടുള്ള കുട്ടിയാണ്. അതിലുപരി ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യും. എനിക്ക് തോന്നുന്നു ഈ കുട്ടി കുറേ ദിവസത്തിന് ഹെൽത്ത് തന്നെ നോക്കാതെ ഭക്ഷണവും ഊണും ഉറക്കവും ഒന്നും ഇല്ലാണ്ട് ഭയങ്കരമായിട്ട് അതിന് വേണ്ടി ഓടിപ്പായി വരും. നല്ല എനിക്കെന്താ പറയണ്ടേ, ഇമോഷണൽ സപ്പോർട്ടാണെങ്കിലും മെൻ്റൽ സപ്പോർട്ടാണെങ്കിലും എന്തൊരു രീതിയിലും അവൾ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എഫേർട്ട് എടുത്തതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഒരു നാടകം നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പം ശ്രീലക്ഷ്മി ലീഡ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നത് ശ്രീലക്ഷ്മിയാണ്. നമ്മൾ നാടകം ആദ്യം ഡിസൈഡ് ചെയ്തപ്പം നമ്മൾ അനന്യ ചേച്ചിയുടെ കഥയാണ് ചെയ്യുന്നതെന്ന് അറിയില്ലേ. അപ്പോൾ അനന്യ ചേച്ചിയുടെ കഥ ചെയ്യണം എന്നുള്ളൊരു ഇതിലെത്തിയപ്പോൾ തന്നെ ആദ്യം എന്നെയാണ് അവർ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കത് പറ്റില്ല, സെറ്റാവില്ല എന്ന് കണ്ടപ്പോൾ അലീനെ സജസ്റ്റ് ചെയ്തു. പക്ഷേ അലീനെക്കാട്ടിലും കുറച്ചും കൂടെ ആപ്റ്റ് ആവുന്നത് ശ്രീലക്ഷ്മിക്കാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ചാൻസ് ശ്രീലക്ഷ്മിക്ക് കിട്ടുക ചെയ്തത്. പിന്നെ ഞാനും കർലിനും കൂടിയിട്ട് രാകേഷ് മാഷിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് പോയിട്ട് രാകേഷ് മാഷിന് കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പോയി സർപ്രൈസ് ഒക്കെ കൊടുത്തു. എന്താണ് ഈ ഉറക്കത്തിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് ആസ് എ ഡോക്ടർ? ക്ഷീണിച്ചുറങ്ങുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് ഉണ്ടോ? താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അതെ അതെ, മെത്തഡ് ആക്ടർ നാടകം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഭയങ്കര ക്ഷീണം. നമുക്ക് ഈ ഫുൾ എനർജി എടുത്ത് ഈ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ നാടകത്തിനാണെങ്കിൽ ഭയങ്കര ഫ്ലെക്സിബിളായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറേ മൂവ്മെൻറ്റ്സ് ഉണ്ട്. അതൊക്കെ നമ്മളെല്ലാവരും ഒരുമിച്ച് ചെയ്യണം. അപ്പോൾ അത് ശരിയാവാൻ വേണ്ടിയിട്ട് അതിന് കുറേ എഫേർട്ട്. അതുപോലെ തന്നെ പിന്നെ നാടകം റൺ ത്രൂ ഒക്കെ പോണ സമയത്താണെങ്കിലും ശരി, എൻ്റെ സീൻസ് ലാസ്റ്റാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ ഇടക്കുന്നുള്ളത് ഒരു കുട്ടി ഡയലോഗ് തെറ്റിച്ച് പിന്നെ ഒന്നേന്ന് തുടങ്ങണം. അങ്ങനെ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യായിരുന്നു ഞങ്ങൾ. സ്ക്രിപ്റ്റ് കേട്ടോ. അവളുടെ മാത്രമല്ല, അന്യാക്കപ്പെടുന്ന നിരവധി പേരുടെ നാടകം ജീവിതമായും ജീവിതം നാടകമായും ഇവിടെ മാറി മറിയുന്നു. അനന്യ ഉറക്ക വായിക്കുക. അവളെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മളെല്ലാവരും കൂടി അന്യയാക്കി അവളെ അനന്യ. അവളുടെ കഥയാണ് ഈ നാടകം. അവളുടെ മാത്രമല്ല, അന്യയാക്കപ്പെടുന്ന നിരവധി പേരുടെ നാടകം ജീവിതം നാടകമായി ഇവിടെ
ആ ഭയങ്കര സീരിയസ് ടോപ്പിക്കാണ്. ലവ് ലെറ്റർ ഒന്നല്ല എന്റെ പൊന്നോ, ഇതൊരു മറ്റേ കഥാപ്രസംഗത്തിന് മുമ്പേ നമ്മൾ പറയില്ലേ ഭദ്രഹ്യമില്ലയോ എന്ന് തുടങ്ങുന്ന സാധനം ഉണ്ടല്ലോ, ആ ടോണിൽ തുടങ്ങിയിട്ട് പിന്നെ ഒരു പ്രേമലേഖനം വൈകും സ്ത്രീയിലേക്ക് ഒരു മനുഷ്യന്റെ ജന്മം ഒടുവിലൊക്കെ മുന്നേ പറയൂലേ ആ സാധനത്തിലേക്കാണ് അവസാനിച്ചത്. അച്ഛനെന്ന് ചോദിച്ചാൽ അമ്മ എന്ന് ഉത്തരം പറയണമത്രേ. സഹോദരൻ എന്ന് ചോദിച്ചാൽ സഹോദരി എന്ന്, ആണെന്ന് ചോദിച്ചാൽ പെണ്ണെന്ന് ഉത്തരം പറയണം. വ്യാകരണ പഠനവും പഴയ മട്ടിൽ തുടരുക. പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം, നപുംസകം. എന്താലേ ദേ ഈ കലോ കരിക്കുലോ എല്ലാം ചേർന്ന പലരെയും ഒഴിച്ചു മൂടിയത്, മൂടാനൊഴുകുന്നത്. അവളെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മളെല്ലാവരും കൂടി അന്യയാക്കി അവളെ, അനന്യയെ. അവളുടെ കഥയാണ് ഈ നാടകം. അവളുടെ മാത്രമല്ല, അന്യയാക്കപ്പെടുന്ന നിരവധി പേരുടെ. നാടകം ജീവിതമായും ജീവിതം നാടകമായും ഇവിടെ മാറി മറിയുന്നു. അനന്യ. മരിയയുടെ ബർത്ത്ഡേ, അതുപോലെ തന്നെ രാകേഷ് ചേട്ടൻ്റെ ബർത്ത്ഡേ. രാകേഷ് ചേട്ടൻ നമ്മളെ നാടകത്തിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറും ആയിരുന്നു. അതുപോലെ തന്നെ നമ്മളെ നാടകം മൊത്തം സെറ്റ് ചെയ്ത് തന്നത് രാകേഷ് ചേട്ടനാണ്. സ്ക്രിപ്റ്റ് ആയിരുന്നു, സ്ക്രിപ്റ്റും ഡയറക്ഷനും ആയിരുന്നു അജുമാഷ്. അജുമാഷ് ഞങ്ങളുടെ സ്കൂൾ കോളേജിൽ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അതായത് സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അവിടുത്തെ മാഷാണ്, അവിടുത്തെ പ്രൊഫസറാണ്, ലിറ്ററേച്ചറിലെ പ്രൊഫസറാണ്. അജുമാഷിൻ്റെ അടുത്താണ് രാകേഷ് ചേട്ടന് ഇത് ചെയ്യുന്നത്, എന്ത് PhD ചെയ്യുന്നത്. അപ്പോൾ എനിക്കും അടുത്ത സെമസ്റ്ററിൽ 3rd സെമസ്റ്ററിൽ പഠിക്കുമ്പോൾ എനിക്ക് സാർ ഓഫർ ചെയ്യുന്ന ഒരു ഓപ്പൺ കോഴ്സ് ഉണ്ട്, ലിറ്ററേച്ചറിൽ പോയിട്ട് അത് എടുക്കണം എന്നാണ് ആഗ്രഹം. അതുപോലെ തന്നെ PhD പറ്റുക സാറിൻ്റെ അടുത്ത് ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ യൂണിയൻ നമുക്ക് എല്ലാം നന്നായിട്ട് ഫുഡൊക്കെ തന്നിരുന്നു കേട്ടോ. കൃത്യം പ്രാക്ടീസ് തുടങ്ങി ഒരു 2 ദിവസം 3 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനൊക്കെ തന്നെ നമുക്ക് 3 നേരം കൃത്യമായിട്ട് മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല ഫുഡൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എല്ലാവരും കൂടെ കൂട്ടം കൂടി അടിച്ചു പൊളിച്ച് പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ എല്ലാവരും ഒരുമിച്ച് ചായ കുടിക്കാൻ പോകുന്നു, ഭക്ഷണം കഴിക്കാൻ പോകുന്നു, ഒരുമിച്ചിരിക്കുന്നു, കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു, കൊച്ചു കൊച്ചു പിണക്കങ്ങൾ, കൊച്ചു കൊച്ചു ഇണക്കങ്ങൾ, അതിലേറെ സന്തോഷങ്ങൾ. എന്ത് രസമായിരുന്നു എന്നറിയോ. ശരിക്കും നിങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും ഒരു ഗ്രൂപ്പ് ഇവൻറ്റിന് കലോത്സവത്തിൽ പങ്കെടുക്കണം. പിന്നോട്ടു നോക്കാതെ പോകുന്നു നീ, അണയുന്നു ജീവന്റെ പിറയായ നീ. അന്നെൻ്റെ ഉൾപ്പൂവിൽ തേൻ തുള്ളി നീ, ഇന്നെൻ്റെ ഉൾക്കൂമ്പിൽ മിഴിനീരു നീ. എന്തിനു വിതുമ്പലായി ചേരുന്നു നീ, പോകൂ വിഷാദരാവി ഈ നിദ്രയിൽ പുണരാതെ നീ. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോ, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമാ. ഇരുൾ ജീവനെ പൊതിഞ്ഞു, ചിതൽ പ്രാണനിൽ മീഞ്ഞു, കിതയ്ക്കുന്നു നീ ശ്വാസമേ. അടലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോ, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമാ. പുയവെള്ളം കര കാവിന്നൊഴുകുമ്പോൾ പുയവക്കത്തിരുന്നവൻ പയം പൂയുങ്ങി. ആ പുയുങ്ങിയ പയം തിന്നിട്ടവൻ കുയങ്ങി.
ഇതുവർക്ക് മനസ്സിലായി. നാടകത്തിന്റെ പ്രാക്ടീസിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു റിലാക്സേഷൻ വേണ്ട. അപ്പോൾ നമ്മളെല്ലാവരും പാട്ട് പാടും, കോമഡികൾ പറയും, ചിരിച്ച് കളിച്ചിരിക്കും, മാക്സിമം എൻ്റർടൈൻ ചെയ്യിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഒരാളും ഡൗൺ ആയിരിക്കാൻ സമ്മതിക്കില്ല ഞങ്ങളെല്ലാവരും. കാരണം എല്ലാവരെയും ഹാപ്പി ആക്കി ഇരിക്കുക എന്നുള്ളത് ഞങ്ങളെല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. അങ്ങനെ ഞാൻ ശ്രീലക്ഷ്മിക്ക് ഫുഡ് വാരി കൊടുക്കുകയാണ്. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡൊക്കെ ഷെയർ ചെയ്ത്, ഷെയറിങ് ഇസ് കെയറിങ് എന്നുള്ള വാക്ക് കോട്ട് നമ്മൾ ശരിക്കും പഠിച്ചു. ഇതാണ് ദീപ അക്കമ്പനി ആയിരുന്നു. അതുപോലെ തന്നെ നാടകത്തിലെ മറ്റൊരു കമ്പനി മ്യൂസിക് ചെയ്തതൊക്കെ അബിൽ കുട്ടനാണ്. അബിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കഴിവുള്ള കുട്ടിയാണ് കേട്ടോ. ഡോക്ടറും അതുപോലെ തന്നെ കഴിവുള്ള ആളാണ്. 3 അക്കമ്പനീസ്. നമ്മളൊരു നാടകത്തിൽ 12 പേരാണ് ശരിക്കും യൂണിവേഴ്സിറ്റി തലത്തിലെ നാടകത്തിലുള്ളത്. അതിൽ 7 പേര് ആർട്ടിസ്റ്റുകളും 9 പേര് ആർട്ടിസ്റ്റുകളും 3 പേര് അത് ബാക്ക് സ്റ്റേജിൽ അക്കമ്പനീസ് ആയിട്ടിരിക്കാനും. അപ്പം അതിൽ അബിൽ, സുഭാഷ്, അതുപോലെ തന്നെ ദീപ തന്നെയാണ് നമ്മുടെ നാടകത്തിൻ്റെ കൊറിയോഗ്രാഫറും ഡാൻസിൻ്റെ ഒക്കെ. അപ്പോൾ കൊറിയോഗ്രാഫർ ദീപ കമ്പനിസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്ന അബിലായിരുന്നു. പിന്നെ ഡോക്ടറും എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഫിസിക്സിലൊരു കുട്ടിയൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ എനിക്ക് നാടകത്തിൻ്റെ ഇടയ്ക്ക് കോളേജുമായിട്ടുള്ള മറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ആകെ എൻ്റെ പിള്ളേരാണ്. ശ്യാമ്, മാർച്ചേ, നന്ദു. ഇവർ 3 പേര് മാത്രമേ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയാൻ എനിക്ക് ഉള്ളൂ എൻ്റെ ഭാഗത്തുനിന്ന്. പിന്നെ എനിക്ക് നാടകത്തിന് വന്നതിന് ശേഷം ഉണ്ടായ ഫ്രണ്ട്സാണ്. ആര്യ പാലൂർ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയായിരുന്നു പാട്ട് പാടിയത്. വിജയരാജമല്ലിക ടീച്ചറുടെ ഒരു കവിതയുണ്ട്. ആ കവിതയുടെ കവിതയിലെ കുറച്ച് വരികൾ ഒരു ലല്ലബി പോലെ അല്ലെങ്കിൽ ഒരു താരാട്ട് പാട്ട് നല്ല ഭംഗിയിൽ ആര്യ അത് പാടിയിട്ടുണ്ടായിരുന്നു. അതിന് നല്ല അപ്രിസിയേഷൻ ഉണ്ടായിരുന്നു. പാവമുണ്ട് കേട്ടോ. ശ്രീലക്ഷ്മി ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ശ്രീലക്ഷ്മി നാടകം പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വീണു. അതുപോലെ തന്നെ ഭയങ്കര അവളെ ഇട്ട് ഇങ്ങനെ വലിച്ച് അങ്ങോട്ട് ഇടുന്നതൊക്കെ സീനുണ്ട്. വലിച്ചിങ്ങനെ ഇടുന്ന സീനൊക്കെ ഉണ്ട്. ആ സീനിലൊക്കെ അവൾ കുറേ വേദന സഹിച്ചു, കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ കുട്ടി. നന്നായിട്ട് പെർഫോം ചെയ്തിട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷനും ആയിരുന്നല്ലോ. അപ്പോൾ നമ്മളത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ചിരികളികൾ ക്യാമ്പസിലുള്ള ഓരോരോ മൊമെൻറ്റ്സാണ് ഈ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. അസംബ്ലി ഹാളിലാണ്. ഞങ്ങൾ യൂണിയൻ ഓഫീസിൻ്റെ തൊട്ട് ബാക്കിൽ അസംബ്ലി ഹാളിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് പ്രാക്ടീസ് ഫുള്ളും ഉണ്ടായിരുന്നത്. കാരണം നമ്മൾ ക്ലോസ്ഡ് ഒരു സ്പേസിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രൈവസി ഒക്കെ ഉള്ള ഒരു സ്പേസിൽ വേണമല്ലോ പ്രാക്ടീസ് ചെയ്യാൻ. പ്രാക്ടീസിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയ സങ്കടം പോലത്തെ ഒരു സീനാണ് ഈ കാണുന്നത്. അവൾ നന്നായിട്ട് കരയുമായിരുന്നു. എഫേർട്ട് എടുത്ത് ആ കുട്ടി വീണു. അപ്പോൾ ആ കുട്ടിക്ക് പെയിൻ എടുത്തിട്ട് കരയുന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ 23ാമത്തെ മിനിറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡാൻസ് ജൽസ സീന്, അനന്യ ചേച്ചിയുടെ സർജറി കഴിഞ്ഞിട്ടുള്ള ജൽസ സീനാണിത്. അപ്പോഴാണ് എൻ്റെ എൻട്രി. ആ സമയം വരെ എനിക്ക് സ്റ്റേജിൽ ഒന്നും ചെയ്യാനില്ല. ഞാൻ ബാക്ക് സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഉണ്ടായിരുന്നത്. മലചരവിലെ ഉത്സവ പന്തലി മുത്തുകുട പിടിച്ചെത്തുന്ന തമ്പ്രാനും തത്തപ്പച്ചുണ്ടുള്ള തമ്പ്രാട്ടിക്കും മുത്താരം കണ്ടിട്ട് മുക്കുത്തി മുന്നിട്ട് മലമല്ലൂയ തകതക മലമല്ലൂയ മലമല്ലൂയ തകതക മലമല്ലൂയ. പാട്ടും കളിയും ചിരിയും ഒക്കെ ആയിട്ട് രാപ്പകലായിട്ട് ഞങ്ങളിങ്ങനെ പോകുമായിരുന്നു. ഞങ്ങളുടെ മനസ്സിൽ വെറും നാടകം, ഞങ്ങളെല്ലാവരും ഒന്നാണ് എന്നുള്ള ചിന്ത മാത്രമേ ആ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇതേ ഞങ്ങളെ കോസ്റ്റ്യൂം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പാവം ഒരു ഈഗോ ഇല്ലാത്തവർ പിള്ളേരായിരുന്നു. ജോ ആക്ച്വലി MEd ചെയ്യുന്ന കുട്ടിയാണ്. അപ്പം ജോ ഒരു അധ്യാപകൻ കൂടിയാണ്. ജോനെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നിയിട്ടുള്ള ഒരാളാണ്. ജോ ആണെങ്കിലും ശരി, ഞങ്ങളുടെ ഡോക്ടർ നീരജേട്ടനാണെങ്കിലും ശരി, കെർലിനാണെങ്കിലും ശരി, ആർക്കും ഒരു ഈഗോ ഇല്ല.
അവർ പല റോളുകൾ ചെയ്യുന്നുണ്ട്. വലിയ ഭയങ്കര മാസ്കുലിനിറ്റി ഉള്ള ഭയങ്കര മാസ്കുലിനായിട്ടുള്ള ഒരു ഹാജിയാരെ റോൾ ചെയ്യുന്നുണ്ട് ജോ. അത് കഴിഞ്ഞ ഉടനെ തന്നെ അവന് സ്ത്രീ വേഷം കെട്ടിയിട്ടൊരു ഹിജഡയുടെ റോളാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു മെത്തഡ് ആക്ടർ എന്നൊക്കെ പറയുന്നത് അതാണ്, ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ്, അങ്ങനെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞു ഞങ്ങൾ മെഷർമെൻറ്റ്സും സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കൂടെ ഉള്ളൂ പ്രാക്ടീസ്. അപ്പോൾ ആ ദിവസങ്ങളിൽ ഞങ്ങൾ റൂമിൽ ഷെയർ ചെയ്യുന്നതാണ്, കഥ പറയുന്നതും അതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യുന്നതും. ഞങ്ങൾക്ക് ഡയലോഗ് പ്രാക്ടീസ് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നോക്കും. അപ്പോൾ ഒരാളുടെ ഡയലോഗ് എല്ലാവരും പഠിച്ചിരിക്കും. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനും പറ്റും. അങ്ങനെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു സ്പേസ് ആയിരുന്നു ഇത്. ഞങ്ങളെ കഥകളും ഓരോ വളിപ്പുകളൊക്കെ ഇങ്ങനെ പറയുന്നത്. ശരിക്കും കോളേജ് ലൈഫിൽ ഇതാണ് ഉണ്ടാവുക. എൻ്റെ അടുത്ത് ഗൗരി മിസ് എപ്പോഴും പറയും, ഹെയ്തി ഈ ആർട്സും അതുപോലെ തന്നെ സ്പോർട്സും അങ്ങനത്തെ ഫെസ്റ്റിവൽസും കൾച്ചറൽ ഇവൻറ്റ്സും ഒക്കെ തന്നെ ആയിരിക്കും നമ്മുടെ മെമ്മറീസിൽ എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ അത് കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും ഹെയ്തി ഇനീഷ്യേറ്റ് ചെയ്തിട്ട് പങ്കെടുക്കാൻ ശ്രമിക്കണം. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ട് കലോത്സവത്തിന് പോലും ഇത്ര ആക്റ്റീവായിട്ട് പങ്കെടുത്തില്ല. നാടകോത്സവം എൻ്റെ എല്ലാമായിരുന്നു. അങ്ങനെ സന്തോഷത്തിൽ പോകുന്ന സമയത്താണ് എനിക്ക് പാനിക് അറ്റാക്ക് വന്നിട്ട് ഞാനിതേ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നത്, ഞാനത് തകർന്ന് തരിപ്പണമാകുന്നത്. ശരി, അതൊക്കെ പോട്ടെ, നമ്മൾ ഉപദ്രവിക്കുന്നവരെന്നും ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. ബട്ട് ഇറ്റ്സ് ഓക്കെ അല്ല, മൂവ് ഓൺ ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് മറ്റൊരു റിയാലിറ്റി. എന്നെ ഒറ്റയ്ക്ക് ചേർത്ത് പിടിച്ചിട്ട് മരിയയും ആതിര ആ സമയത്തുണ്ടായിരുന്നു. ഞാൻ തകർന്ന് തരിപ്പണമായ സമയത്ത് നാടകത്തിലെ പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു, യൂണിയൻ ഉണ്ടായിരുന്നു. അപ്പം മരിയയും ആതിരയും എന്നെ സ്നേഹിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എന്നെ ഭയങ്കര കാര്യമായിട്ട് കൊണ്ടു നടക്കുമായിരുന്നു. ഞാൻ ഉറങ്ങുന്നുണ്ടോ നോക്കും, ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടോ നോക്കുമായിരുന്നു, എവിടെ പോവുകയാണെങ്കിലും എന്നെ ഒറ്റയ്ക്ക് വിടില്ല. അപ്പോൾ അങ്ങനത്തെ ഒക്കെ സന്തോഷമുള്ള സമയമായിരുന്നു അത്. അപ്പോൾ നമ്മൾ പിന്നെ പാട്ടൊക്കെ കമ്പോസ് ചെയ്തു, അത് കാണാം കേട്ടോ. ഗൈസ്, നമ്മളെല്ലാവരും ഉറക്കം കഴിഞ്ഞ് ഉറക്ക പിച്ചിലാണുള്ളത്. പാട്ടൊക്കെ പാടി ഓക്കെ. അപ്പോൾ നമുക്കിനി സെൽഫി എടുക്കാം അല്ലേ? എനിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് വരായിരുന്നു അനക്ക്. എന്നെ വന്ന് കണ്ട് കുറേ നേരം എൻ്റെ കൂടെ നിന്ന് എന്നെ ഓക്കെ ആക്കി. പിന്നെ എനിക്ക് ഇത്രയും തരിപ്പണയക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ തന്നതും എന്നെ ഏറ്റവും കൂടുതൽ സോളിഡാരിറ്റി അറിയിച്ച് എന്നെ ചേർത്ത് പിടിച്ചത് സംഘടനയാണ്, ദിശ എന്ന് പറഞ്ഞിട്ടുള്ള സംഘടന. അപ്പോൾ അതിൽ ദിനു ആണെങ്കിലും അഡ്വക്കേറ്റ് ജാസ്മിൻ ആണെങ്കിലും എല്ലാവർക്കും അനക്കിനൊക്കെ താങ്ക്സ്. കമ്പനീസിൽ 3 പേരിൽ ആദ്യം കുറേ പേര് ഇങ്ങനെ മാറി വരെയും പോവുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ദീപയും അബിലും സുഭാഷും ശരിക്കും സെറ്റായിരുന്നു കേട്ടോ. അവർ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരും നാടകത്തിൻ്റെ ഭാഗമായിരുന്നു. ശരിക്കും അവരും കൂടെ വന്നതുകൊണ്ടാണ് നാടകം പെർഫെക്റ്റ് ആയെന്ന് പറയാൻ പറ്റൂ. റെഡി ടു വെയർ സാരിയൊക്കെ നമുക്ക് ഓൾറെഡി മുൻ ഗോഡസിൽ നിന്ന് അനിമമ്മി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും.
നമ്മളെല്ലാവരും ഭയങ്കര വിശന്നിരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകിക്കൊണ്ടും ആശ്വാസം നൽകിക്കൊണ്ടും ഞങ്ങളുടെ ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടർ നീരജേട്ടൻ ഞങ്ങൾക്ക് ഫ്രൈഡ് ചിക്കനൊക്കെ മേടിച്ച് തരും. അപ്പം മിക്ക ദിവസങ്ങളിലും നമ്മൾ പ്രാക്ടീസ് കഴിഞ്ഞ് രാത്രി ലേറ്റ് നൈറ്റ് ആവുമ്പോൾ പ്രാക്ടീസ് കഴിയാൻ, അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് സംസാരിച്ച് ഡയലോഗ് വീണ്ടും പ്രാക്ടീസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറൊക്കെ ചെയ്ത് സംസാരങ്ങളും കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്നത്തെ ദിവസത്തെ പോരായ്മകളും കാര്യങ്ങളും പറഞ്ഞ് ഭയങ്കര രസമായിട്ടോ അത് നമ്മളെ ഒരു ടീം സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നടക്കുന്ന ഒരു ഹാപ്പിനെസ്, ഗ്രൂപ്പിലെ ഒരു എന്താ പറയുക ഗ്രൂപ്പിൻ്റെ ഒരു യൂണിറ്റി, ആ യൂണിറ്റി ആയിരുന്നു സ്റ്റേജിൽ ആക്ച്വലി ഉണ്ടായിരുന്നതും. അപ്പോൾ അത് നന്നായി കാണിക്കാൻ പറ്റി. അപ്പം അബ്ദുവിനെ കുറിച്ച് ഞാൻ പറയണം. അബ്ദു നമ്മുടെ നാടകത്തിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ മൈനർ എടുത്തിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പം അബ്ദു ഗ്രാജുവേറ്റ് സ്കൂളിലെ കുട്ടിയാണ്. അബ്ദു നന്നായിട്ട് നല്ല രീതിയിൽ കൂടെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തൊട്ടേ. എല്ലാവരും നാടകത്തിലെ പിള്ളേരെല്ലാവരും അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും നമുക്ക് വേറൊരു സൈഡിൽ ബുള്ളിങ് ആണ്, അതിൻ്റെ കരച്ചിലും പിരിച്ചിലൊക്കെ ഒരു നടക്കുന്നുണ്ട്. അത് എനിക്ക് പാരലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം ഐ ഹാവ് ടു ഡൂ ദിസ്, എന്നാലേ എനിക്ക് സക്സസ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് വിജയിച്ച് കാണിച്ചേ പറ്റൂ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയായിരുന്നു നാടകത്തിൽ ഞാൻ സ്ട്രോങ് ആയി നിന്ന് വിജയിച്ചത്. മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ഡാമേജ് ആക്കിയിട്ടുണ്ട് കുറച്ച് പേരെങ്കിൽ കൂടെ. അങ്ങനെ നമ്മുടെ ലെറ്റേഴ്സിലെ കുട്ടികളും നാടകത്തിലെ യൂണിയനിലെ പിള്ളേരും സെറ്റ് പണിക്കാരും ഒക്കെ വന്നിട്ട് നാടകത്തിന് സെറ്റൊക്കെ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. എല്ലാവരും നമ്മളെ നാടകത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കോളേജിലെ യൂണിയനിലാണെങ്കിലും എല്ലായിടത്തും പല ഭാഗത്തു നിന്നും പല പിള്ളേരും ഇങ്ങനെ ഭയങ്കര എഫേർട്ട്. ഇതാണ് സുഭാഷ്, ഞങ്ങളുടെ കമ്പനീസിൽ ഒരാൾ, മൂന്നാമത്തെ ആൾ, അതായത് ദീപനെയും അതുപോലെ തന്നെ അബിലിനെയും പരിചയപ്പെടുത്തിയില്ലേ, പുള്ളിക്കാരൻ സുഭാഷ് ഗ്രാജുവേറ്റ് സ്കൂളിലെ കുട്ടിയാണ്, ഡിഗ്രി പഠിക്കുന്ന കുട്ടിയാണ്. അതാണ് ഞങ്ങളുടെ നാടകത്തിൻ്റെ പ്രത്യേകത. പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. അതായത് ഡോക്ടറുണ്ട്, ഞാനും ജോയ് ഒരു ഏജാണ്, പിന്നെ അങ്ങനെ ഓരോരുത്തരും എംഎഡിൽ നിന്നുണ്ട്. അങ്ങനെ സന്തോഷി മാത്തേൻ്റെ രൂപം കട്ടൗട്ട് അതൊക്കെ ഉണ്ടാക്കുമായിരുന്നു. സന്തോഷി മാത്തേനായിട്ടൊരു വാഹനത്തിൽ വരുന്ന ഒരു അവസാനം വരുന്നൊരു സീനുണ്ട്. പിന്നെ ഒരു മാനിക്യൂൻ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ പിന്നെ യൂണിയനിലുള്ളവരായിട്ടൊക്കെ രാത്രിയിൽ പാട്ട് പാടുന്ന മിഥുൻ MS, അതുപോലെ കുറേ പേരുണ്ട്. വിനയാണ് ഞങ്ങളുടെ ചെയർപേഴ്സൺ, ആർട്സ് ക്ലബ് സെക്രട്ടറിയും അതുപോലെ തന്നെ ചെയർപേഴ്സണും ഈ പറഞ്ഞ പോലെ 2 സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീകളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറേ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അങ്ങനെ സെറ്റൊക്കെ റെഡിയായി ഞങ്ങൾ ഡെഡ് ബോഡിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നാടകത്തിൻ്റെ എന്താ പറയുക, ഓൾമോസ്റ്റ് പ്രോപ്പർട്ടീസൊക്കെ റെഡിയായി. ഞങ്ങളിതേ നാടകത്തിന് വേണ്ടി എറണാകുളം രാജേന്ദ്ര മൈതാനിയിലേക്ക് പോവുകയാണ്. ഞാൻ ക്ഷീണിച്ചു നാടകത്തിന് പ്രാക്ടീസ് ചെയ്തിട്ട്. ആ സമയത്താണെങ്കിൽ ഫുഡും കാര്യങ്ങളൊന്നും കാര്യമായിട്ടില്ലായിരുന്നു. അതിൻ്റേതായിട്ടുള്ള ക്ഷീണം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ മെൻ്റൽ ഹെൽത്ത് അറിയാമല്ലോ, ആ സമയത്ത് ഞാൻ കടന്നു പോയിരുന്ന അവസ്ഥ. അപ്പോൾ അതൊക്കെ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡി ആയിക്കൊണ്ട് അവസാന പെർഫോമൻസിന് വേണ്ടിയിട്ട്, അതായത് ഈ നാടകം അവസാനമായിട്ട് എന്ന് പറഞ്ഞാൽ ഇതുവരെ പ്രാക്ടീസ് ചെയ്തത് കൂടാണ്ട് നമ്മൾ മെയിൻ സ്റ്റേജിൽ കളിക്കാൻ പോവുകയാണ്. നമ്മുടെ ആ ചെസ് നമ്പർ എടുത്ത് ലോട്ട് എടുത്ത് നമ്മൾ ഓൾറെഡി നമുക്ക് 13ാമത്തെ ലോട്ടാണ് കിട്ടിയത്. 19 ചെസ് നമ്പേഴ്സ് ഉണ്ടായിരുന്നു, 19 പേര് മത്സരിക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി നമുക്ക് ചെസ് നമ്പർ ലോട്ട് എടുക്കുന്നത് ഒരു 2-3 ദിവസം മുന്നെയാണ്. അപ്പോൾ അവിടെ വന്നിട്ട് എല്ലാ കോളേജിൽ നിന്നും അവരുടെ യൂണിയൻ മെമ്പേഴ്സ് വന്നിട്ടും ആർട്സ് ക്ലബ് സെക്രട്ടറിമാർ വന്നിട്ടും ലോട്ട് എടുക്കും. അപ്പോൾ ലോട്ട് കിട്ടിയിട്ട് അതിലായിരിക്കും നമ്മൾ പിന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പം ഞങ്ങൾക്ക് 13ാമത്തെ ലോട്ടാണ് കിട്ടിയത്. ഞങ്ങൾക്ക് മുന്നേ അല്ലസർ ലോ കോളേജായിരുന്നു, ഞങ്ങൾക്ക് ശേഷം സെൻറ്റ് തെരേസാസ്, അത് കഴിഞ്ഞ് മഹാരാജാസ്. അപ്പോൾ ടൈറ്റ് സെക്കൻഡ് ഡേയിൽ ഞങ്ങളുടെ പെർഫോമൻസ് 4ാമത്തെ എന്തോ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ 5ാമത്തെ ആയി. കാരണം തലേ ദിവസത്തെ വേറെ കോളേജ്, ശങ്കര കോളേജിലെ കുട്ടികൾ അവരുടെ കാലെന്തോ ഒടിഞ്ഞു, അവിടുത്തെ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ പാർട്ടിസിപ്പൻറ്റിൻ്റെ. അപ്പോൾ അത് കാരണം അവർ നെക്സ്റ്റ് ഡേക്ക് വെച്ചുകൊണ്ട് ഞങ്ങൾ 5ാമത്തെ ചെസ് നമ്പർ 5ാമത്താണ് കയറിയത് ക്ലസ്റ്ററിൽ. ഞങ്ങൾ കോളേജ് വണ്ടിയിൽ നമ്മൾ കോളേജിലെ വണ്ടിയിൽ യൂണിയൻകാരും അതുപോലെ തന്നെ യൂണിയനിലെ മെമ്പേഴ്സും അതുപോലെ തന്നെ നാടകത്തിലെ പിള്ളേരും പ്രോപ്പർട്ടിയുടെ കുറേ സാധനങ്ങളും അവരവരുടെ കോസ്റ്റ്യൂംസും ഒക്കെ എടുത്തിട്ട് നമ്മൾ ആട്ടവും പാട്ടും ഡാൻസും കളിയും ഒക്കെ ആയിട്ട് റിലാക്സ് ചെയ്തുകൊണ്ട് രാജേന്ദ്ര മൈതാനിയിലേക്ക് പോവുകയാണ്. അതായത് എറണാകുളത്തേക്ക്
അപ്പോൾ കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് പോവുകയാണ് എല്ലാവരും. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇടയ്ക്ക് ഡയലോഗ് പ്രാക്ടീസും ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇപ്പോഴത്തുള്ളതൊന്നും നോക്കണ്ട. ഞങ്ങൾക്ക് ഫൈനൽ സീനിൽ, അതായത് ക്ലൈമാക്സ് സീനിലെ ഡയലോഗ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊടുക്കൽ വാങ്ങലാണ്. ഒരാൾ അങ്ങോട്ട് പറയും, അപ്പോൾ അതിനുള്ള മറുപടി ഇങ്ങോട്ട് പറയും. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾ നാടകം കംപ്ലീറ്റ് ആവുന്നത് ഒരു 4 ദിവസം മുന്നേ, അതായത് പെർഫോം ചെയ്യണതിൻ്റെ 4 ദിവസം മുന്നേ ആണ് ആക്ച്വലി നാടകം ഒന്ന് ഫ്രെയിം ആവുന്നത്. അതിന് ഇടയ്ക്ക് തൃപ്പൂണിത്തുറ എത്തിയപ്പം തൃപ്പൂണിത്തുറ മെഡിക്കൽ കോളേജിൽ, അതായത് ആയുർവേദ കോളേജിൻ്റെ അവിടുന്ന് നീരജേട്ടൻ്റെ വൈഫ് വരുവാണ്, അഞ്ജു ചേച്ചി. അപ്പം നീരജേട്ടൻ്റെ അനുവാണ് കേട്ടോ, അനു ചേച്ചി വരികയാണ്. നീരജേട്ടനും രണ്ടുപേരും ആയുർവേദ ഡോക്ടേഴ്സാണ്. അപ്പോൾ രണ്ടുപേരുടെയും ഒരു സ്നേഹം ഒക്കെയാണ് കാണുന്നത്, പ്രണയം ഒക്കെയാണ് കാണുന്നത്. ചേച്ചി നല്ല അടിപൊളി ക്യാരക്ടറാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കിടന്ന് കരയാണ് ഗൈസ്. എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഓൾറെഡി ആ സമയത്ത് വീക്കായിരുന്നു പറഞ്ഞല്ലോ. പിന്നെ ഞാൻ ആലോചിക്കുന്നത് ഈ നാടകം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇനി ഇവരുടെ കൂടെ ഒന്നും ഈ കോളേജിൽ പഠിക്കണം എന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പോൾ ഇവരെല്ലാവരും എന്നെ ചേർത്ത് പിടിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ്. നമുക്കതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളമൊക്കെ വലിയ കാര്യമാണ്. അപ്പം ദേ മഹാരാജാസിലെത്തി. ശ്രീലക്ഷ്മി ഗ്രാജുവേഷൻ പഠിച്ചത് ഇവിടെയാണ്, മഹാരാജാസിലാണ്. അപ്പം മഹാരാജാസിൽ ദേ കയറുന്നു. ഭയങ്കര എനിക്ക് മഹാരാജാസിൽ കയറുമ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ അയ്യോ ഞങ്ങൾ ചെസ് നമ്പർ, ഞങ്ങൾ സ്റ്റേജിൽ കയറണം, ഞങ്ങൾ കോമ്പറ്റീഷന് വന്നതാണ്, നമ്മളെ എന്താ പറയുക അവരൊപ്പം മത്സരിക്കുന്ന കുട്ടികളാണ് എന്നുള്ളൊക്കെ ഒരു ഫീലിംഗ് ശരിക്കും വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ കലോത്സവം, നാടകോത്സവം ഒക്കെ ശരിക്കും ഒരു റിലീഫ് തരും കേട്ടോ. MG യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ശരിക്കും നാടകോത്സവം എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് വന്ന് കാണുമെങ്കിലും ചെയ്യേണ്ടതാണ്. അത്രക്ക് അടിപൊളിയാണ്, അത്രക്ക് വൈബാണ്. അങ്ങനെ നാടകോത്സവത്തിൻ്റെ സ്റ്റേജിൻ്റെ ചുറ്റുമുള്ളിടത്തുനിന്ന് ഇങ്ങനെ സ്റ്റാൾ ഇട്ടിട്ടുണ്ടാവുമല്ലോ, അവിടെ പോയിട്ട് ഞങ്ങൾ ചായയും അതുപോലെ തന്നെ പലഹാരമൊക്കെ കഴിക്കുകയായിരുന്നു. അതൊക്കെ കഴിച്ച് നാടകത്തിൻ്റെ അവിടെ അങ്ങനെ ചെന്ന് നോക്കി. തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ എത്തിയപ്പോഴൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഗ്രീൻ റൂമിനകത്ത് കയറി. ഞങ്ങളുടെ യൂണിയനിലെ ആൾക്കാരും എല്ലാവരും കൂടിയിട്ട് അവിടെ ഉണ്ട്. ശ്രീലക്ഷ്മിയുടെ പേരൻസ് വന്നിട്ടുണ്ടായിരുന്നു. നല്ല സപ്പോർട്ടീവായിട്ടുള്ള പേരൻസ് ആട്ടോ ശ്രീലക്ഷ്മിയുടേത്. ശ്രീലക്ഷ്മി ഒറ്റ മോളാണ്, പിന്നെ അവൾ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. അപ്പം അവൾ നല്ല എൻകറേജ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം കൽക്കിയമ്മയുടെ വി ആർ നോട്ട് അതേഴ്സ് എന്നുള്ള ബുക്ക്, അതുപോലെ തന്നെ ആദിയുടെ പെണ്ണപ്പൻ, ഇതൊക്കെയായിരുന്നു നമ്മൾ പ്രോപ്പർട്ടി ആയിട്ടും ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ടായിരുന്നു. വിജയരാജ മല്ലിക ടീച്ചറുടെ കവിതയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബാക്ക് സ്റ്റേജിലെ പരിപാടികൾ, രക്തം പുരണ്ട എന്താ പറയുക തുണി, അതൊക്കെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അൾട്ടയൊക്കെ വെച്ചിട്ടും അല്ലാണ്ട് കുറച്ച് ബ്ലഡിനെ ഉണ്ടാക്കി, ആർട്ടിഫിഷ്യൽ ബ്ലഡൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ഒരു സൈഡിൽ നടക്കുന്നു. പിന്നെ മേക്കപ്പ് ഒരു സൈഡിൽ നടക്കുന്നുണ്ടായിരുന്നു. അതിനിടക്കാണ് ഏതോ 2 കോളേജിലെ പിള്ളേർ കൂടിയിട്ട് അടിയായി. ആ അടിയാണ് ഗൈസ് ഈ കാണുന്നത്. ഓ മൈ ഗോഡ്. ಗಟ್ಟಿಯಾಗಿ ನಿಲ್ಲಬೇಕು ನಾವು ಅಮ್ಮಯ್ಯ. ಬಾಳು ಕಟ್ಟಿಕೊಂಡಾಯ್ತು, ಅಳಿಸಿದ್ದೀಗ ಬೇಕಾಯ್ತು, ಗಂಗಾ ನದಿ ನಿಂದಾಯ್ತು, ಅಂಗಾಂಗವು ನಿಂದೋಯ್ತು, ಹುಟ್ಟೋದಷ್ಟೇ ಮುಖ್ಯ ಅಲ್ಲ ಕೇಳೆ ಅಕ್ಕಯ್ಯ. ಗಟ್ಟಿಯಾಗಿ ನಿಲ್ಲಬೇಕು ನಾವು ಅಮ್ಮಯ್ಯ. ಜೈ ಸಂತೋಷಿ ಮಾತಾ.
സംശയവുമില്ല. പക്ഷേ ഞങ്ങളുടെ അനന്യയുടെ ശരീരം അവര് അതിലാക്കി വേഷം കെട്ടിച്ച് സംസ്കരിക്കും. സംസ്കാരം പോലെ പോക്ക് നോക്കണേ. ഞങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള നിങ്ങളുടെ ഈ സംസ്കാരം കാരണമാ കണ്ട ബാംഗ്ലൂരും ഹൈദരാബാദിലൊക്കെ പാറു അച്ചാച്ചനും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാടകം കഴിഞ്ഞതും നേരെ എനിക്ക് സമ്മാനം കിട്ടിയപ്പോൾ സമ്മാനം തന്ന ആളെ കാണാൻ വേണ്ടി ഓടി പഠിച്ച് ഞാൻ വന്നു കേട്ടോ. ഈ നാടകത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് പോലെ തന്നെ എനിക്കിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന, അതായത് ഈ വീഡിയോയിൽ തന്നെ എനിക്കത് ആപ്റ്റായിട്ട് പറയണം തോന്നി. പുതുതലമുറ ലഹരിക്ക് ഭയങ്കരമായിട്ട് അടിമപ്പെടുന്നു. പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയും അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്ന രീതിയിൽ, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിൽ ഇവർ ഇത് യൂസ് ചെയ്തതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ ഒഫെൻസീവായിട്ടുള്ള അബ്യൂസീവായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കാണുകയും ആക്രമിക്കുകയും വയലൻസ് പ്രൊമോട്ട് ചെയ്യുകയും വയലൻസിന് നേതൃത്വം നയിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഭയങ്കര സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ആലോചിക്കുന്നത് ഇപ്പം ഇതൊക്കെ ചെയ്യുന്നത് 15 വയസ്സുള്ള സ്കൂളിൽ 10th പഠിക്കുന്ന കുട്ടീനെ സഹപാഠികൾ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ ആക്രമിക്കുന്നു. 9th സ്റ്റാൻഡേർഡിലും 8th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ കൂടെ പഠിക്കുന്ന കുട്ടീനെ റാഗ് ചെയ്യുന്നു. എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ സ്കൂൾ ലൈഫ് ഞാൻ ഐഡിയയിൽ പഠിച്ചുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നമുക്ക് നല്ല പ്രൊട്ടക്ഷൻ ഉള്ളൊരു സ്കൂളാണ്. അപ്പോൾ അത് കാരണം എനിക്കൊന്നും അങ്ങനെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടില്ല സ്കൂൾ ടൈമിൽ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൽ മംഗലാപുരത്ത് പോയ സമയത്ത് അനാട്ടമി ഡിസെക്ഷൻ ലാബിൽ വെച്ചിട്ട് ഈ പറഞ്ഞ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന 7 കുട്ടികൾ, അതിൽ എനിക്ക് 6 പേരോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റും. 6 പേരോട് എനിക്ക് ക്ഷമിച്ചു. ഒരാളുണ്ട്, അയാളുടെ നാടും വീടൊന്നും ഞാൻ പറയുന്നില്ല, ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല, ജീവിച്ചിരിപ്പുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. ബാക്കി 6 പേരും ഈ ഒരാളുടെ നേതൃത്വത്തിലായിരുന്നു. എനിക്ക് തോന്നുന്നു പിന്നെ ആ വ്യക്തി സ്റ്റഡീസ് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് സ്കൂളിൽ എവിടെയോ പഠിപ്പിക്കാൻ വേണ്ടി പോയി എന്ന് കേട്ടിരുന്നു. BEd എന്തോ എടുത്ത് പഠിപ്പിക്കാൻ പോയെന്ന് ഞാൻ കേട്ടു. എനിക്ക് അത് ആലോചിക്കുമ്പോൾ തന്നെ ഞാൻ ഒരു ദിവസം പോലും ആ വ്യക്തിയോട് മാപ്പില്ലാത്ത വ്യക്തിയാണ്. കാരണം ഇയാളാണ് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഡ്രസ്സ് വലിച്ച് കീറി എന്നെ അടിച്ച്. അപ്പോൾ ഇവൻ്റെ കണ്ണ് ഭയങ്കര ഇച്ചിരി ലൈക്ക് എൻ്റെയൊക്കെ പോലെ കുഴിഞ്ഞ കണ്ണല്ല, കുറച്ച് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന കണ്ണ്. കണ്ണ് മൊത്തം റെഡ് കളറായിട്ടായിരുന്നു അവനന്ന് എന്നെ വന്ന് എൻ്റെ കഴുത്തിൽ പിടിച്ചിട്ട് എന്നിട്ട് അടിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, അവരെ പോലെ പഠിക്കാൻ വേണ്ടിയിട്ടൊരു കോളേജിൽ പോകുന്നു, സെയിം ക്ലാസ്സിലെ കുട്ടികൾ എന്നെ ഉപദ്രവിക്കുന്നു. കണ്ണൊക്കെ ചോന്നവൻ എന്തോ ലഹരി, അന്നേ അവന് സ്മോക്ക് ചെയ്യുന്നതാണെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതാണെങ്കിലും നന്നായിട്ട് അറിയാം. ഇവൻ ഫിസിക്കൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്, അതായത് എന്നെ ഫിസിക്കലി അബ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 തവണ ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാനതിന് നന്നായിട്ട് റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പോൾ അവൻ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഭയങ്കര സോഷ്യൽ ക്യാപിറ്റലൊക്കെ ഉള്ള ഒരു വീട്ടിൽ ചെറുക്കനാണ്. എനിക്ക് ഭയങ്കര ട്രിഗർ ചെയ്യുന്നുണ്ട് ഈ കാര്യം പറയുമ്പോൾ. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇത് പറഞ്ഞേ ആവും. ഞാനത് ഞാൻ ട്രാൻസ്ജെൻഡർ പേഴ്സണാണ്, ജെൻഡർ ഐഡൻറ്റിറ്റി എന്നുള്ളത് തുറന്ന് പറയേണ്ട അവസ്ഥ വന്നപ്പോൾ എന്നെ അവിടെ നിന്ന് അകറ്റുകയാണ് ചെയ്തത്. പിന്നീട് ഞാൻ ജീവിച്ച് കാണിച്ചു അവരുടെ മുന്നിൽ. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നില്ല അവരിൽ ആരും തന്നെ ഒരു നെറ്റും JRF പോലുള്ള ഒരു ക്വാളിഫിക്കേഷൻ നേടിയിട്ടുള്ള ഒരു വ്യക്തികളാണെന്ന് എനിക്ക് 6 പേര് എന്തായാലും അല്ല. ആ 6 പേരിൽ ആരും തന്നെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം 7 പേര്, ഓക്കെ, 7 പേരിൽ ആർക്കും തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇല്ല. അതിൽ 6 പേർക്ക് എന്തായാലും ഇല്ല. ഒരാൾ പിന്നെ അവിടെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തെന്ന് കേട്ടു. എനിവേയ്സ്, ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പം അന്ന് ആ വ്യക്തി ലഹരി യൂസ് ചെയ്യുന്ന ഒരാളാണെന്ന് അറിയാമായിരുന്നു. ഇങ്ങനെ എന്തൊക്കെയോ അന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. പിന്നെ പോപ്പൊക്കെ സിനിമകളിലൂടെയും നമ്മുടെ എന്താ പറയുക ജേർണലിസ്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഓരോരോ ന്യൂസസ് വായിച്ചുകൊണ്ടും കവർ ചെയ്തുകൊണ്ടും ഒക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ പലതും അറിയാം അവർ യൂസ് ചെയ്യുന്ന രീതി എന്താണ്, എങ്ങനെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ. എനിക്ക് ആസ് എ ടീച്ചർ, ആസ് എ എന്താ പറയുക അസിസ്റ്റൻറ്റ് പ്രൊഫസർ, എനിക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനോടും അവരുടെ പേരൻസിനോടുമാണ് പറയാനുള്ളത്. എസ്പെഷ്യലി സ്റ്റുഡൻസ്, അവരുടെ അടുത്ത് പറയാനുള്ള കാര്യം, പിള്ളേരെ ഇത് നിങ്ങൾക്ക് നൽകുന്ന നിമിഷ നേരത്തെ ഒരു സുഖമായിരിക്കാം, നിമിഷ നേരത്തെ ഒരു വൈബായിരിക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിനും മെൻ്റൽ ഹെൽത്തിനുമാണ് ഇത് ഡാമേജ് ഉണ്ടാക്കുന്നത്. നമുക്ക് ലഹരി വേണ്ടത് എന്തിനോടാണ്? സക്സസിനോടാണ്. ലൈഫിൽ സക്സസ് ആയി കാണിച്ചു കൊടുക്കേണ്ടടുത്താണ്. എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം എന്നെ അവിടെ ഉപദ്രവിച്ച 7 പേരുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഒന്നെങ്കിൽ ആണായി ജീവിക്കുക അല്ലെങ്കിൽ പെണ്ണായി ജീവിക്കുക എന്ന് പറഞ്ഞിട്ട് അടിച്ച് ഡെഡ് ബോഡികളുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ ഉപദ്രവിച്ച ആ 7 പേരുടെ മുന്നിൽ എനിക്കുണ്ടായിരുന്ന വാശിയായിരുന്നു, പെണ്ണായി നിൻ്റെയൊക്കെ മുന്നിൽ
സക്സസ് ആയി കാണിച്ചു തരുന്നു. സോ ആ സക്സസ് ആയിരുന്നു എനിക്കുണ്ടായിരുന്ന ലഹരി. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അപ്പം എനിക്ക് എന്താ വേണ്ടത്? എൻ്റെ ഹെൽത്ത് വേണമായിരുന്നു. എനിക്ക് അതിജീവിക്കാൻ എൻ്റെ ഹെൽത്ത് വേണമായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു താൽക്കാലിക ശമനത്തിന് വേണ്ടി, താൽക്കാലിക ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് അവിടെ തീരും. പക്ഷെ ഉള്ളിൽ വേണ്ട ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, വിജയിച്ച് കാണിക്കണം, അത് കിട്ടിയില്ലായിരുന്നു. എന്ത് നേട്ടമാണ് നമുക്ക് കിട്ടുന്നത്? ഇതൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്ത് നേട്ടമാണ് കിട്ടുന്നത്? ഈ ഒരു പവർ നമ്മളിത് കഴിക്കുമ്പോൾ നമ്മൾ ഇനീഷ്യലി ഉണ്ടാകുന്ന ഡോപ്പമൈൻ കയറുകയോ അഡ്രിനാലിൻ റഷോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് നമുക്ക് ആ ഇനീഷ്യലി ഉള്ള ഒരു പവറിൻ്റെ പുറത്ത് നമ്മൾ ചെയ്ത് കൂട്ടുന്ന ആക്രമണം, നമ്മൾ അബ്നോർമലായി ബിഹേവ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ പുറത്ത്, ഇതടിച്ചതിൻ്റെ പുറത്ത് നമ്മൾ ചെയ്ത് കൂട്ടുന്ന അക്രമങ്ങളിൽ ഒരു പക്ഷെ വലിയ വില കൊടുക്കേണ്ടി വരും. നമ്മുടെ ജീവൻ്റെ, നമ്മുടെ കുടുംബക്കാരുടെ ജീവൻ്റെ, എല്ലാവരുടെയും ജീവിതത്തിനെ കുറിച്ച് വരെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. ഇപ്പം ഷഹബാസിൻ്റെ ഫാമിലിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ ഈ ആക്രമിച്ച കുട്ടികളുടെ ഫാമിലിയിൽ തന്നെ പലരുടെയും കാര്യങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത് കേരളം മൊത്തം തന്നെ ഭയങ്കര വിഷമം ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനിയിപ്പോൾ കുട്ടികൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ ഇനി പോലീസ് റിപ്പോർട്ട് വരേണ്ടതുണ്ട്. പക്ഷേ ഇത് യൂസ് ചെയ്യുന്നത് ഭയങ്കര ക്രെഡിറ്റ് ആയിട്ട് കൊണ്ടു നടക്കുന്നൊരു ജനറേഷൻ ഇപ്പം പുതുതായിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പം അതാണ് എനിക്ക് ഏറ്റവും ഡിസപ്പോയിൻറ്റ് ചെയ്യുന്നൊരു കാര്യം. കാരണം ഇതൊക്കെ യൂസ് ചെയ്യുന്നതാണ് ആക്ച്വലി ഭയങ്കര ഒരു പ്രിവിലേജ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു ക്രെഡിറ്റ്, ആൾക്കാരുടെ മുന്നിൽ ഒരു വില കിട്ടുന്ന കാര്യം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും വിഡിത്തമാണ്. അന്തസ്സായിട്ട് നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ ഏത് മേഖലയിലാണോ ആ മേഖലയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം. അതിനെയാണ് ആൾക്കാർ വില വെക്കുള്ളൂ. അല്ലാണ്ട് ഇതിനൊന്നും ആരും വില വെക്കില്ല. എന്താണ് തോന്നിവാസം കാണിക്കുന്നതിനാണോ വില വെക്കുന്നത്? ഇത് ഇല്ലീഗലായിട്ടുള്ള കാര്യമാണ്. ലഹരി ഉണ്ടായിരുന്നില്ല, ഒരു കലയായിരുന്നു. അന്നത്തെ എൻ്റെ ഒരു ലഹരി എന്ന് പറയുന്നത് കലയായിരുന്നു. കലാപരമായിട്ട് മുന്നോട്ട് വരണം, കലോത്സവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, മോണോ ആക്ട്, ഫോക്ക് ഡാൻസ്, ഇങ്ങനത്തെ ഐറ്റത്തിലൊക്കെ പെർഫോം ചെയ്തിട്ട് അതിൻ്റെ ഗ്രേസ് മാർക്ക് വേണം, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഗ്രേസ് മാർക്ക് വേണം, നല്ല പെർഫോമൻസ് കാഴ്ചവെക്കണം, പെർഫോമൻസിൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ ടി വിയിലൊക്കെ വാർത്തയിൽ വരണം, അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനത്തെ ചിന്തകളില്ല എന്ന് ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ തള്ളവൈബ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കുന്നുണ്ട്. ഓക്കെ, 98, 97, 94, 95 അതിലൊക്കെ ജനിച്ചിട്ടുള്ള കുട്ടികൾ, 99 വരെ ജനിച്ചിട്ടുള്ള കുട്ടികൾ. ഓക്കെ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് 2001 ജനിച്ചിട്ടുള്ളതാണ്. അവളും അവളുടെ ഹസ്ബൻഡും. അവർ വരെ ഞങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ 2000 ഇപ്പോൾ 15-16 വയസ്സുള്ള കുട്ടികളോട് എനിക്ക് സംസാരിക്കുമ്പോൾ എനിക്ക് പലതും കണക്റ്റ് ആവുന്നില്ല. എനിക്ക് പലതിനോടും വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നു. അവരുടെ സംസാരിക്കുന്ന ഭാഷയാണെങ്കിലും ശരി, അവരുടെ പല ആറ്റിറ്റ്യൂഡാണെങ്കിലും ശരി, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ പഠിപ്പിക്കുന്ന പല കുട്ടികളുടെ അടുത്തും പല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മിസ് അത് അങ്ങനെയല്ല, മിസ് ഇങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് എഗെയിൻസ്റ്റ് നിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഞാൻ പറഞ്ഞതിനെ ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിക്കും. ക്രിറ്റിസിസംസ് ഒക്കെ ഓക്കെയാണ്, അതിന് ജസ്റ്റ് വാലിഡേഷൻ ഉണ്ടെങ്കിലും ജസ്റ്റിഫിക്കേഷൻ ഉണ്ടെങ്കിലും അതൊക്കെ അക്സെപ്റ്റബിൾ ആണ്, വെൽക്കമിങ് ആണ്, അല്ലാന്ന് പറയുന്നില്ല. പക്ഷേ നമ്മളോട് എന്തോ റിവെഞ്ച് തീർക്കുന്ന പോലെയാണ് പല സമയത്തും ഞാൻ ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ പെരുമാറ്റം. അതായത് ഞാനിപ്പം ജെൻഡർ സെൻസിറ്റൈസേഷൻ ആയാലും ശരി, ഇപ്പം പലർക്കും ഉള്ള ഡൗട്ട്സ് ഒക്കെ ആണ് ഞാനിപ്പോൾ പല ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്തും ഞാൻ ഈ Q&A പോലെ, അതായത് ഒരു ഓപ്പൺ ഡിസ്കഷൻ പോലെയുള്ള സെഗ്മെന്റ് ഞാൻ കളഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുന്നുള്ളത് ഞാൻ പലയിടത്തും കളഞ്ഞു. കാരണം ചോദിക്കുന്ന സമയത്ത് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന പിള്ളേർ ഭയങ്കര എന്നെ ട്രിഗർ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ വാ കാണിച്ചു തരാം, നീ വലിയ പഠിപ്പിക്കാൻ വന്നിട്ടുണ്ടല്ലേ, നിൻ്റെ അടുത്ത് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇവർ കടന്ന് ഓരോന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഒപ്പോസ് ചെയ്തുകൊണ്ട് കുറേ സംസാരിക്കും. അപ്പം ഞാൻ ഒരു ഡിബേറ്റിനല്ല പോകുന്നത്, ഞാൻ ക്ലാസ് എടുക്കാനേ വന്ന് ഡിബേറ്റിന് വേണമെങ്കിൽ വേറെ പൈസ തരുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്ന പല സ്ഥലങ്ങളും ഉണ്ട്. അപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ള ഒരു എന്താ പറയുക ബോധമില്ലായ്മ, അത് ഭയങ്കര കഷ്ടമാണ്. ഭയങ്കര കഷ്ടമാണ്. 2015 എനിക്ക് ഈ പറഞ്ഞ പോലെ 15 എനിക്ക് ഒരു ഇൻസിഡന്റ് കോളേജിൽ വെച്ചിട്ട് ഉണ്ടായിട്ടുള്ളത് ശരി തന്നെയാണ്. എനിക്ക് ഉണ്ടായിട്ടുള്ളത് 7 സിസ്ജെൻഡർ പുരുഷന്മാരുടെ അടുത്ത് നിന്നാണ്. അവർ ഹെട്രോ ഉണ്ടെന്നൊന്നും ഞാൻ പറയില്ല, കാരണം അന്നത്തെ എൻ്റെ ഐഡന്റിറ്റിയിൽ എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഹെട്രോസെക്ഷൽ അല്ല അതിൽ പലരും. അപ്പോൾ അതുകൊണ്ട് അവരുടെ ജെൻഡർ ഐഡന്റിറ്റി സിസ്ജെൻഡറാണ്, പുരുഷന്മാരാണ്. ഈ സിസ്ജെൻഡർ പുരുഷന്മാരുടെ അടുത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളതിൽ അന്നും ഇതൊക്കെ ഉണ്ട്. പക്ഷേ അന്ന് ഞാൻ 12th മുതൽ ഗ്രാജുവേഷൻ വരെ പോയതിൽ ഗ്രാജുവേഷൻ ഫസ്റ്റ് ഇയറിലാണ് എനിക്ക് ബാഡ് ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുള്ളത്. അല്ലാത്ത സമയത്ത് ഉണ്ടാകുന്നവരുണ്ട്, അതിന് ഐ എം സോ സോറി ഫോർ ദാറ്റ്. കാരണം അത് അവരുടെ വ്യക്തികൾ ചെയ്യുന്ന ക്രൂരത. ഓക്കെ, പക്ഷെ ഇപ്പം അതല്ല. ഇപ്പം
നമുക്ക് വളരെ എവിഡൻ്റായിട്ട്, വളരെ വിസിബിളായിട്ട് വളരെയധികം ക്രൈംസ് ആണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്. ഇത് ഭയങ്കര ട്രിഗറിങ് ആണ്, ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ആണ്. എനിക്ക് പാരൻസിൻ്റെ അടുത്താണ് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികളാണ്, ഇവരെ നല്ല രീതിയിൽ വളർത്തുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇവരെ ഈ സൊസൈറ്റിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ വളർത്തുക, സൊസൈറ്റീനെ ഡാമേജ് ചെയ്യുന്ന രീതിയിൽ വളർത്തുക, സോഷ്യൽ വെൽബീയിങ്ങിനെ തകർക്കുന്ന രീതിയിൽ വളർത്തുക എന്നുള്ളത് നിങ്ങൾ ചെയ്യുന്ന കുറ്റകരമാണ്. ദയവേത് മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. വീട്ടിൽ നിന്ന് തന്നെ ഒരു മനുഷ്യനെ എങ്ങനെയാണ് റെസ്പെക്റ്റ് ചെയ്യേണ്ടതെന്ന്, ഒരു മനുഷ്യനോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന്, എല്ലാ മനുഷ്യന്മാരെയും മനുഷ്യരായിട്ട് അംഗീകരിക്കുക എന്നുള്ളതാണ് ബേസിക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട അച്ചടക്കം എന്ന്. ഇത് മനസ്സിലാക്കി കൊടുക്കാത്തതാണ് ഈ കുട്ടികൾ ഇങ്ങനെ ആകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളോട് സ്നേഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവരുടെ അടുത്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു ഇൻറ്റിമസിയുടെ പുറത്ത്, നിങ്ങളുടെ ഫിസിക്കൽ റിലേഷൻഷിപ്പിൻ്റെ പുറത്ത് ഈ ഭൂമിയിലേക്ക് വന്ന കുട്ടികളാണ് അവരെ ഇങ്ങനെ വിട്ടേക്കരുത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന സ്ഥാപനത്തിൽ എൻ്റെ കുട്ടികളുടെ അടുത്ത് ഞാൻ വളരെ നല്ല രീതിയിലായിരിക്കും പെരുമാറുന്നുള്ളത്. ആസ് എ ടീച്ചർ എനിക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റി വെച്ചുകൊണ്ട് തന്നെയായിരിക്കും പെരുമാറുന്നത്. ബട്ട് സ്റ്റിൽ പേരൻസ് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളിതിന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് ഇനിയും തലമുറകൾ വേണം. നമുക്ക് മനുഷ്യവാസം വേണം. നമ്മൾ എല്ലാത്തിലുപരി ഹ്യൂമാനിറ്റി എക്സിസ്റ്റ് ചെയ്യണം, ലവ് എക്സിസ്റ്റ് ചെയ്യണം. ദിസ് ഇസ് ഓൾ അബൌട്ട് നാടകത്തിൻ്റെ ദിവസങ്ങൾ, നാടകം പ്രാക്ടീസ്, അതുപോലെ തന്നെ നാടകത്തിൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, നാടകത്തിലുള്ള ഇത്രയും കണ്ടസ്റ്റൻസ്, ഇത്രയും പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വന്ന മാഷ്മാരാണെങ്കിലും ശരി, യൂണിയനിലുള്ള ചേട്ടന്മാരാണെങ്കിലും ശരി, ഞങ്ങളെ എഫേർട്ട് ഇട്ട് നിൽക്കുമ്പോൾ അതുപോലെ തന്നെ എഫേർട്ട് ഇട്ട് നിന്ന് കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഈ അവസരത്തിൽ. കാരണം ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഫസ്റ്റ് ടൈമാണ് ഒരു നാടകം കൊണ്ടുപോകുന്നത് നാടകോത്സവത്തിന്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളുടെ UUC ആയിട്ടുള്ള ഒരു ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, നമുക്കിപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആയി, നമുക്ക് ഇനിയുള്ള വർഷങ്ങളിൽ നമ്മളുടെ നാടകത്തെയും ഈ നാടകോത്സവത്തിന് പോയി കഴിഞ്ഞാൽ ഒറ്റ നോക്കും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ കഴിവ് നന്നായിട്ട് മാക്സിമം എഫേർട്ട് ഇട്ട് പ്രൂവ് ചെയ്യാനും അതിനുള്ളൊരു അച്ചീവ്മെൻറ്റും കിട്ടി. ഒരുപാട് സ്ട്രഗിൾസിലൂടെയാണ്. അപ്പോൾ ഞാനെന്ന വ്യക്തി നേരിടുന്ന സ്ട്രഗിൾ, അത് വലിയ സ്ട്രഗിൾ ഉണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ. അതുപോലെ തന്നെ ഈ യൂണിയനിലുള്ള ചേട്ടന്മാരാണെങ്കിലും ശരി, നാടകത്തിലുള്ള ഓരോ വ്യക്തികളാണെങ്കിലും ശരി, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള രീതിയിൽ സ്ട്രഗിൾസ് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിനുമുള്ള നല്ലൊരു റിസൾട്ടായിരുന്നു നമുക്ക് കിട്ടിയത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ സിസ്റ്റർ മഹാരാജാസിൽ പഠിക്കുകയാണ്. അപ്പം ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു, ഹെയ്തി സാദിയുടെ നാടകം നന്നായിട്ടുണ്ടായിരുന്നു, നല്ല ഒരു പെർഫോമൻസ് ആയിരുന്നു, അവർ ജീവിക്കായിരുന്നു. അപ്പോൾ അവന് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ, എൻ്റെ അനിയത്തി ഇങ്ങനെ ഇതുപോലെ പറഞ്ഞിരുന്നു, മഹാരാഷ്ട്രയിൽ പഠിക്കുന്ന അനിയത്തിയുടെ കല്യാണമാണ് എന്നുകൊണ്ട് തന്നെ വിളിച്ചത്. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ഞാൻ നാടകം കഴിഞ്ഞതും അമ്മ രഞ്ജുമ്മ ഉണ്ടായിരുന്നു, ദയ ഉണ്ടായിരുന്നു, ശ്രുതി ഉണ്ടായിരുന്നു, കുറേ എല്ലാവരും ഷഡൂളിൽ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഇന്ന് ഓഡിയൻസ് ആയിട്ട് ഇന്ന് നാടകം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഒരു 25 കുട്ടികളാണ് ചുമക്കുന്നുണ്ട്. എൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഒരു 28 മിനിറ്റും 29 മിനിറ്റുള്ള നാടകത്തിൽ അവസാനത്തെ 4 മിനിറ്റിൽ എനിക്ക് പെർഫോം ചെയ്യാനുള്ളൂ. അവസാനത്തെ ഒരു 7 മിനിറ്റിലാണ് ഞാൻ എൻട്രി ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പെർഫോമൻസ് വരുന്ന ആ സമയത്താണ്. അപ്പം നന്നായി പെർഫോം ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് നല്ല ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പം പല കോളേജസ് ആണെങ്കിലും ശരി, ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടുള്ള സെറ്റ് വെച്ചിട്ടാണ് അവർ വീഡിയോ ചെയ്യുന്നത്. അപ്പം വീഡിയോ അല്ല, നമ്മൾ നാടകം ചെയ്യുന്നത്. ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടുള്ള സെറ്റ്, നമ്മളിങ്ങനെ ഓരോ സെറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നിത് അതുപോലെ ആ സ്റ്റേജിൽ തന്നെയാണോ നമ്മൾ വളരെ ചെറിയ ബഡ്ജറ്റിൽ നമ്മളുടെ ലിമിറ്റേഷനിൽ വെച്ചിട്ട് ഈ പാവ യൂണിയൻകാർ അവരുടെ ഓരോരുത്തരുടെ ഫാമിലിയിൽ നിന്നൊക്കെ സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഗോൾഡ് പ്ലെഡ് ചെയ്തിട്ടും ഓരോരുത്തരുടെ അടുത്ത് നിന്ന് ഫണ്ട് ചോദിച്ചിട്ടും ഒക്കെ അങ്ങനെയൊക്കെ അവരെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഇട്ടുകൊണ്ട് നന്നായിട്ടൊരു ഐറ്റം കൊണ്ടുപോകാൻ ശ്രമിച്ചത് എന്നൊക്കെ അറിയുമ്പോൾ പ്രൗഡ് തോന്നുന്നു. കാരണം നമുക്ക് നമ്മളുടെ ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ ആദ്യമായിട്ട് പോകുന്ന നാടകം, നമ്മുടെ കയ്യിൽ ഫണ്ട് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ഇവർക്കൊക്കെ കുറേ ഫണ്ടുകൾ കോളേജിലെ കുട്ടികളാണ്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. ഇനിയും നല്ല പെർഫോം ചെയ്യാൻ പറ്റട്ടെ. അടുത്ത വർഷം നാടകത്തിൽ ഉണ്ടാവുക വെച്ചാൽ അതിൽ വലിയ സന്തോഷം.
അടുത്ത വർഷം നാടകത്തിൽ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ എൻ്റെ തന്നെ ആശംസിക്കുകയാണ്. സോ അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ എനിക്ക് റിസൾട്ട് പറയുന്നതിലൊരു കാര്യം, റിസൾട്ട് ഫസ്റ്റ് അനൗൺസ് ചെയ്ത സമയത്ത് ഞാനില്ലായിരുന്നു. പുലർച്ചെ 7:30 ആയിട്ടുണ്ട്. ഞാൻ നൂറിയുടെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങി നാടകം കഴിഞ്ഞിട്ട്. അപ്പം പുലർച്ചെ രാവിലെ നേരം വെളുത്ത് 7:30 അനൗൺസ്. കറക്റ്റ് 7:25 ആകുമ്പം ശ്വേത എന്ന് പറഞ്ഞിട്ട് സെൻറ്റ് തെരേസാസിലൊരു കുട്ടിയുണ്ട്. നമ്മളെ ഞങ്ങളുടെ നാടകം കഴിഞ്ഞ് നെക്സ്റ്റ് സെൻറ്റ് തെരേസാസിൽ ചാപ്പ എന്നുള്ള നാടകമായിരുന്നു. അതിനാണ് ബെസ്റ്റ് 2ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത്. അതിലാണ് ബെസ്റ്റ് ആക്ട്രസ്സിലുള്ളത്. അപ്പം എനിക്ക് ഓൾറെഡി സെൻറ്റ് തെരേസാസിലെ കുട്ടികളെ അറിയില്ല, ജൂനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളായതുകൊണ്ടും എനിക്ക് പരിചയമുള്ളതുകൊണ്ടും കഴിഞ്ഞ വർഷം അവരുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കറിയാം. അപ്പം ശ്വേത വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് സ്പെഷ്യൽ ജൂറി മെൻഷൻ കിട്ടിയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ ബെസ്റ്റ് ആക്ട്രസ് സ്പെഷ്യൽ ജൂറി മെൻഷൻ. അപ്പോൾ ചിലപ്പം അവിടെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും, അനൗൺസ് ചെയ്യുന്നുണ്ടാവും, ജഡ്ജസ് പറയുന്ന സമയത്ത് ഇങ്ങനെ ഇന്ന നാടകത്തിലേക്ക് ക്യാരക്ടർ ചെയ്ത കുട്ടി നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് ജസ്റ്റ് ഒരു പരാമർശം എന്നാണ്. പക്ഷെ അത് ലൈക്ക് ഇങ്ങനെ വന്നപ്പോൾ, അതായത് റിസൾട്ടായിട്ട് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മികച്ച 4 അല്ലെങ്കിൽ 5 നടന്മാരെയും നടിമാരെയും തിരഞ്ഞെടുക്കുന്ന കൂട്ടത്തിൽ തിരഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പം അത് ഭയങ്കര സന്തോഷം തോന്നി. ഒരുപാട് പേര് അപ്രിസിയേറ്റ് ചെയ്തു, അതിൽ ഭയങ്കര സന്തോഷം തോന്നി. എനിവേസ് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ കഴിവുകൾ തെളിയിച്ച് നമ്മൾ മുന്നോട്ട് ജീവിച്ച് പോരുകയാണ്. അപ്പം നമുക്ക് വേണ്ടത് അവഗണനയല്ല, പരിഗണനയാണ്. അപ്പം ഞാൻ അഗെയിൻ നിങ്ങളടുത്ത് അഭ്യർത്ഥിക്കുകയാണ്, ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. ഞങ്ങളിലും ഇതേ ഭൂമിയിൽ ഈക്വലി അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള റൈറ്റ്സ് ഉള്ള മനുഷ്യന്മാരാണ്. ഞങ്ങളെ ഈ പറഞ്ഞ ഉപദ്രവിക്കാതെ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എനിവേസ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ടാറ്റ.